ഒരു സിനിമ ചെയ്യുമ്പോൾ നീ എന്താ എന്നോടൊരു കഥയും പറയാതെ ഈ കഥ എന്താ എന്നോട് പറയാതിരുന്നതെന്ന് തമാശയായിട്ട് ചോദിച്ചു. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു അങ്ങനെയല്ല, ഈ കഥ നമ്മൾ നേരത്തെ ആലോചിച്ചിട്ട് ഒരു സൂപ്പർ സ്റ്റാർ ആവശ്യമുള്ള കഥയാണ്, അതുകൊണ്ട് ഇത് മാറ്റി വയ്ക്കാം, നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു കഥ ആലോചിക്കാം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. മമ്മൂക്ക ഇങ്ങോട്ട് ഇവനോട് പറഞ്ഞാണ് ഞാൻ നിന്റെ പടത്തിൽ അഭിനയിക്കാമെന്ന്. ഇങ്ങോട്ടും ഡേറ്റ് ഓഫർ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഈ കഥ വീണ്ടും ഓർത്തത്. ശ്രീനേട്ടൻ കുറച്ച് പൈസ കൊടുക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ പുള്ളി അതൊന്നും മേടിച്ചില്ല. അപ്പൊ ആ ആള് കണ്ട ഓർമ്മയാണ് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ ആലോചിക്കാൻ പ്രേരണയായതെന്ന് അദ്ദേഹത്തോട് പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പലർക്കും അറിയില്ല, ശ്രീനേട്ടൻ സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ് പഠിച്ചിട്ടുണ്ട്. ഇവരെ ഒരു കണക്കിന് യാത്രയാക്കി കഴിഞ്ഞിട്ട് വാതിൽ ഇങ്ങനെ കുറ്റിയിട്ടിട്ട് സത്യേട്ടൻ തിരിഞ്ഞിട്ട് ഇന്റർകോം എടുത്തിട്ട് ശ്രീനിക്ക് കുടിക്കാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ശ്രീനേട്ടൻ പറഞ്ഞു ആ പോയവന്മാരുടെ ചോര. അങ്ങനെ ഈ കഥ ഞാൻ പറയാൻ ചെല്ലുമ്പോൾ ചന്ദ്രലേഖ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ്. മാനത്തെ ചന്ദ്രനത്തൊരു ആ പാട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത് സ്റ്റുഡിയോ ഫ്ലോറിന് പുറകിൽ ശ്രീനേട്ടൻ, എൻ്റെയും ശ്രീനേട്ടൻ്റെ നടുവിൽ മമ്മൂക്ക. അപ്പം ഞാൻ കഥ പറയാൻ തുടങ്ങുകയാണ്. അകത്തൊരു ബ്രേക്കായി. പ്രിയൻ സാറ് വന്ന് ശ്രീനേട്ടൻ്റെ അപ്പുറത്തിരുന്നു, ലാലേട്ടൻ വന്നിട്ട് അപ്പുറത്തിരുന്നു. അങ്ങനെ ലാലേട്ടനും പ്രിയദർശനും ശ്രീനേട്ടനും മമ്മൂക്കയുടെയും മുമ്പിലാണ് ഞാൻ മറവത്തൂർ കനവൻ്റെ കഥ ആദ്യമായിട്ട് അങ്ങോട്ട് പറയുന്നത്. അപ്പം ശ്രീനേട്ടന് പറഞ്ഞു തുടങ്ങിയപ്പോൾ കഥ മനസ്സിലായി. അത് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു അല്ല മുഴുവൻ പറയുന്നു. അവർക്കും അതൊരു കൗതുകം തോന്നിയ കഥയിൽ. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് എന്നെ കൊണ്ട് ആ കഥ മുഴുവൻ പറയിപ്പിച്ചു. കഥ ശ്രീനേട്ടൻ പറഞ്ഞു ഇത് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നതോട് കൂടിയിട്ട് മമ്മൂക്ക എഴുന്നേറ്റിട്ട് പറഞ്ഞു അപ്പോൾ ശരി, നിങ്ങൾ ടൈമും ഡേറ്റൊക്കെ അറിയിക്കും. എന്നിട്ട് മമ്മൂക്ക എന്നോട് വരണമെന്ന് പോലും ചോദിക്കേണ്ട കാര്യം എടുത്ത് പുള്ളിക്ക് പോയി. അഥവാ അദ്ദേഹത്തിന് അതൊന്ന് ഉറപ്പിക്കണമായിരുന്നു. അപ്പം അന്ന് അവർ മേക്കപ്പ് റൂമിലേക്ക് പിന്നെ പോകുമ്പോൾ ബ്രേക്ക് ടൈമിൽ ശ്രീനേട്ടന് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഇത് പറയുന്ന സമയത്ത് ലാലേട്ടൻ ചോദിച്ചു നല്ല കഥയാണല്ലോ ഇയാളുടെ. അപ്പം ലാലേട്ടനായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. കാരണം കമൽ സാറിൻ്റെ വിഷ്ണുലോകം, ഉള്ളടക്കം തുടങ്ങിയ സിനിമകളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മാന്ത്രികം എന്ന് പറഞ്ഞ സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് തമ്പി കണ്ണന്താനത്തിൻ്റെ. ഒരു സിനിമ ചെയ്യുമ്പോൾ നീ എന്താ എന്നോടൊരു കഥയും ഈ കഥ എന്താ എന്നോട് പറയാതിരുന്നതെന്ന് തമാശയായിട്ട് ചോദിച്ചു. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു അങ്ങനെയല്ല, ഈ കഥ നമ്മൾ നേരത്തെ ആലോചിച്ചിട്ട് ഒരു സൂപ്പർ സ്റ്റാർ ആവശ്യമുള്ള കഥയാണ്, അതുകൊണ്ട് ഇത് മാറ്റി വയ്ക്കാം, നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു കഥ ആലോചിക്കാം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. മമ്മൂക്ക ഇങ്ങോട്ട് ഇവനോട് പറഞ്ഞാണ് ഞാൻ നിന്റെ പടത്തിൽ അഭിനയിക്കാമെന്ന്. ഇങ്ങോട്ടും ഡേറ്റ് ഓഫർ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഈ കഥ വീണ്ടും ഓർത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനേട്ടൻ അത് ലാലേട്ടന് പറഞ്ഞു. ലാലേട്ടൻ തമാശയായിട്ട് ചോദിച്ചു തന്നെയാണ്, പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മറുപടി ശ്രീനേട്ടൻ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ആ സിനിമയുടെ എഴുത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകളാണ്. അപ്പം അദ്ദേഹത്തോടൊപ്പം കൂത്തുപറമ്പിൽ, എന്നാൽ ഒരു കൂത്തുപറമ്പിലാണ് താമസിക്കുന്നത്. കൂത്തുപറമ്പിലെ വീട്ടിൽ പോയി അവിടെ ശ്രീനേട്ടനപ്പോൾ പുതിയ വീട് വെച്ച് മാറിയിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് അവർ താമസിച്ചിരുന്ന ഒരു വീട് അടച്ചുകട ഇടുന്നുണ്ട്, ആദ്യം താമസിച്ചിരുന്ന വീട്. ആ വീട്ടിൽ എന്നെ അലക്സിനെയും കൊണ്ടുപോയി താമസിപ്പിച്ചു. ശ്രീനേട്ടൻ രാവിലെ മറ്റേ രാജ്മോഹൻ ബംഗ്ലാവിലേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വരുന്നത് പോലെ ഈ വീട്ടിലേക്ക് ശ്രീനേട്ടൻ രാവിലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ട് വിമല ടീച്ചർ ഉണ്ടാക്കി കൊടുത്തു വിട്ട ബ്രേക്ക്ഫാസ്റ്റായിട്ട് വരും. അല്ലെങ്കിൽ അവിടെ ശ്രീനേട്ടൻ്റെ ഒരു കസിൻ്റെ മകൻ ഒരു പയ്യനുണ്ട്, അവൻ്റെ കയ്യിൽ കൊടുത്തു വിടും. അങ്ങനെ അവിടെ കുറേ ദിവസം, അങ്ങനെ കേരളത്തിലെ ഒരുവിധം എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഇതിൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട്. ശ്രീനേട്ടനുമായിട്ടുള്ള ഈ കഥാചർച്ചകളുടെ കാലം എന്ന് പറയുന്നത് ആ 2 വർഷം അദ്ദേഹത്തിൻ്റെ ബാല്യം തൊട്ട് അതുവരെയുള്ള ജീവിതത്തിൻ്റെ ഒരു നേർരേഖ ചിത്രം കിട്ടിയ ഒരു കാലമാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കുറിച്ചുള്ള കഥകൾ, അദ്ദേഹത്തിൻ്റെ ബാല്യകൗമാരങ്ങളിലെ കഥകൾ, തമാശകൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് കാലത്തെ ജീവിതം, എല്ലാ കഥകളും ഞങ്ങൾക്ക് പരസ്പരം പറയാൻ ഇനിയൊന്നും ബാക്കിയില്ല എന്ന് പറയുന്ന തരത്തിൽ എൻ്റെയും ജീവിതത്തിലെ എല്ലാ കഥകളും അദ്ദേഹത്തിനും അറിയാമായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും ഉണ്ട്. ഇപ്പൊ അദ്ദേഹം സിനിമയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്തോ മറ്റാണ് തലശ്ശേരിയിൽ എവിടെ വെച്ചിട്ട്
ബസ് സ്റ്റാൻഡിൽ ഉള്ള ഒരു മുറി എടുത്തിട്ട്, ആ കാലത്ത് ഈ ബസ് സ്റ്റാൻഡുകളുടെ മുകളിലെ മുറികളിൽ ഈ ഹസ്തരേഖ ശാസ്ത്രജ്ഞന്മാർ വന്നിട്ട് താമസിക്കും. കുറച്ചു കാലം അവിടെ താമസിക്കും, കുറേ പേരുടെ കൈയൊക്കെ നോക്കി പറഞ്ഞിട്ട് പിന്നെ അവർ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ വന്ന ഒരാളുടെ അടുത്ത് ഈ കുമാരൻ മാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണെന്ന് തോന്നുന്നു കൂട്ടിക്കൊണ്ടുപോയതും. ആ മനുഷ്യന്റെ മുമ്പിൽ ഇരിക്കുന്ന ശ്രീനേട്ടൻ അത്ര വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലത്ത് സിനിമയിൽ വരും. അത് അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണോ എന്ന് സംശയമുണ്ട്. സിനിമയിൽ വരും, 3 ജോലികൾ സിനിമയിൽ ചെയ്യും, രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പുരസ്കാരങ്ങൾ വാങ്ങും എന്നൊക്കെ പ്രവചിച്ചു. ശ്രീനേട്ടൻ അതിനെ അന്ന് പുച്ഛിച്ച് തള്ളി. പക്ഷെ പിൽക്കാലത്ത് നടനായി, സംവിധാനം ചെയ്തു, കഥ, തിരക്കഥ, സംഭാഷണം എഴുതി, നിർമ്മിച്ചു. രണ്ടാമത് ചെയ്ത സിനിമയ്ക്ക്, ഡയറക്റ്റ് ചെയ്ത സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. അതിന് രാഷ്ട്രപതിയിൽ നിന്നുള്ള പുരസ്കാരം അദ്ദേഹം നേടി. അങ്ങനെ അയാൾ പറഞ്ഞതൊക്കെ വലിച്ചു. ശ്രീനേട്ടൻ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ്. പക്ഷെ അത് അയാൾ പറഞ്ഞത് ശ്രീനേട്ടൻ്റെ ജീവിതത്തിൽ അതുപോലെ സംഭവിച്ചപ്പോൾ ശ്രീനേട്ടൻ ആ വഴിയിൽ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് അയാളെക്കുറിച്ച് ഓർത്തു. അങ്ങനെ ഏതൊരു ഇന്റർവ്യൂവില് പുള്ളി ശ്രീനേട്ടൻ ഈ കഥകൾ പറയുകയും ശ്രീനേട്ടന് ഒരു കത്ത് എഴുതി നൽകി, ശ്രീനേട്ടന് കൊടുക്കാൻ പറഞ്ഞിട്ട്. ശ്രീനേട്ടൻ കത്ത് വായിച്ചു കഴിഞ്ഞ ഉടനെ ഓടി പുറത്തു വന്ന് കത്ത് തന്ന അയാൾ പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ ആ കത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ആ ഹസ്തരേഖ ശാസ്ത്രജ്ഞൻ എൻ്റെ അച്ഛനാണ് എന്നുകൊണ്ട് അയാളുടെ മകനാണ്. അച്ഛൻ മരിച്ചുപോയി. പല ആളുകളും അച്ഛൻ പ്രവചിച്ച കാര്യങ്ങൾ നടന്നതായിട്ട് പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാല കഥകൾ പലർക്കും അറിയില്ല. ശ്രീനേട്ടൻ സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു മാഷ്, പ്രഭാകരൻ മാഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. പ്രഭാകരൻ മാഷ് അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ്. ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആൾക്കാർ ശ്രീനേട്ടനെ കണ്ടപ്പോൾ ചിരിച്ചു പോലും. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ രൂപം വെച്ചിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് എങ്ങനെ തോന്നി? അപ്പൊ ശ്രീനേട്ടൻ പറഞ്ഞു, സിനിമയിൽ നായകൻ ആയിട്ട് പ്രേം നസീറിനെ പോലെയുള്ള ആളുകൾക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പ്രേം നസീറിന്റെ വീട്ടിലെ ജോലിക്കാരനും പ്രേം നസീറിനെ പോലെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അഭിനയം എന്ന് പറയുന്നത് നായകനായിട്ട് മാത്രമല്ലല്ലോ എന്ന് ചോദിച്ചു. അവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹപാഠികളായിരുന്നു ആദം അയ്യൂബ് എന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്ത് സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് സീരിയലുകളും ടെലിവിഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ആദം അയ്യൂബ്, പിന്നെ പ്രസിദ്ധനായ രജനീകാന്ത് ഒക്കെ ആ കോളേജിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠികളായിരുന്നു. ആദം അയ്യൂബ് സാറ് ഒരു സീനിയറായിരുന്നു. രജനീകാന്ത് സെയിം ബാച്ച് തന്നെയായിരുന്നു. രജനീകാന്ത് ശരിക്കും മറാഠിയാണ്. അദ്ദേഹം കർണാടകയിൽ ബസ് കണ്ടക്ടറായിരുന്നു. അപ്പോൾ അവിടുന്ന് സിനിമ അഭിനയം ഭ്രാന്ത് മൂത്തിട്ട് അവർ മദ്രാസിലേക്ക്, അന്ന് ചെന്നൈ ആയിരുന്നു സിനിമകളുടെയൊക്കെ കേന്ദ്രം, ചെന്നൈയിലേക്ക് പറഞ്ഞു വിട്ടാണ്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന ഒരു കഥ ശ്രീനേട്ടൻ പറഞ്ഞിട്ടുണ്ട്. രജനീകാന്ത് അദ്ദേഹത്തോട് പേഴ്സണലി പറഞ്ഞാണ്. ഒരു പെൺകുട്ടി സ്ഥിരമായിട്ട് ബസ്സിൽ കയറുമായിരുന്നു, അദ്ദേഹം കണ്ടക്ടറായിട്ടുള്ള ബസ്സിൽ. അങ്ങനെ അവർ തമ്മിലൊരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. അവരെ ഒരു പ്രാവശ്യം രജനീകാന്ത് പുള്ളി അഭിനയിക്കുന്നൊരു നാടകം കാണാൻ ക്ഷണിക്കുക. നാടകം കണ്ടതിന് ശേഷം ആ പെൺകുട്ടി ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ സീരിയസ് ആയിട്ട് അഭിനയത്തെ എടുക്കണം, നിങ്ങൾ അഭിനയം പഠിക്കണം, എന്നിട്ട് സിനിമയിലൊക്കെ ശ്രമിക്കണമെന്ന് ആ പെൺകുട്ടിയും അദ്ദേഹത്തെ നിർബന്ധിച്ചിരുന്നു. ഈ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് കണ്ടക്ടർമാരും ഡ്രൈവർമാരും അവരും ഇദ്ദേഹത്തെ നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം മദ്രാസിൽ വന്നിരിക്കുകയാണ്. അപ്പം പൈസ ഒന്നും അയച്ചു കൊടുക്കാനൊന്നും ആരുമില്ല. അപ്പം ഈ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ 1 രൂപ 2 രൂപ 3 രൂപയുടെ ഒക്കെ മണി ഓർഡറുകൾ അയക്കും മാസാവസാനം. അപ്പോൾ ഈ മാസാവസാനം ആകുമ്പോൾ ഈ പോസ്റ്റ്മാൻ വരുമ്പോൾ രജനീകാന്ത് അയാളെയും കൂട്ടിയിട്ട് കോളേജ് ബിൽഡിങ്ങിന്റെ പുറകിലേക്ക് പോകുന്നത് ശ്രീനേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ശ്രീനേട്ടൻ അവിടെ ചെന്ന് പെട്ടപ്പോൾ രജനീകാന്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഒപ്പിട്ട് മേടിക്കാൻ പറ്റില്ല, ഒരുപാട് ഒപ്പിടണം. കാരണം എല്ലാ ആൾക്കാരും അയക്കുന്നത് നോക്കുമ്പോൾ 1 രൂപയുടെയും 2 രൂപയുടെയും 3 രൂപയുടെയും ഒക്കെ മണി ഓർഡറുകളാണ്. ആ പൈസ കൊണ്ടാണ് രജനീകാന്ത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജീവിച്ചതും പഠിച്ചതൊക്കെ. അപ്പം അങ്ങനെ ശ്രീനേട്ടൻ്റെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഈ
കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് കാരണമായ ഒരു കഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിലെ ഏതോ സേലം പോലെയുള്ള ഏതോ ഒരു പ്രദേശത്ത് ഏതോ ഒരു മലയാളി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് ശ്രീനേട്ടൻ പോയി. അപ്പം അതിന് പോകാൻ എന്തോ ഒരു പ്രത്യേക കാരണമുണ്ട്. അപ്പോൾ ശ്രീനേട്ടൻ അവിടെ പോയിട്ട് സ്റ്റേജിൽ എന്തോ കലാപരിപാടികൾ നടക്കുകയാണ്. അപ്പോൾ ഗ്രീൻ റൂമിൽ ഇരിക്കുകയാണ്. അടുത്ത ശ്രീനേട്ടനെ ഡ്രമാറ്റിക് ആയിട്ട് അവർക്ക് സ്റ്റേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ജനലിക്കൂടെ തല മുഴുവൻ നരച്ച ഒരാള്, നിങ്ങൾ പാട്ടിയത്തെ ശ്രീനിയാണ് എന്ന് ചോദിച്ചു. അപ്പൊ ശ്രീനേട്ടൻ കുറച്ച് നേരം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കുട്ടിക്കാലത്ത് ഇവരൊരുമിച്ച് വെള്ളരി നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അകത്തേക്ക് വിളിച്ച് കുറേ നിർബന്ധിച്ച് അയാൾ അകത്തേക്ക് വന്നില്ല. കാരണം അയാൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ ശ്രീനേട്ടൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അയാൾ ഇപ്പോൾ അവിടെ ആ സേലത്ത് അടുത്ത് എവിടെയോ ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്കാരനാണ്. തമിഴ്നാട്ടിൽ തന്നെ കല്യാണം കഴിച്ചത് തമിഴത്തി പെൺകുട്ടിയാണ്, ഭാര്യ, കുട്ടികളുണ്ട്, മക്കളൊക്കെ വലുതായി എന്നൊക്കെയുള്ള വിശേഷങ്ങൾ അവർ ജനലിന് അപ്പുറവും ഇപ്പുറവും നിന്ന് പരസ്പരം ഷെയർ ചെയ്തു. അപ്പോൾ ശ്രീനേട്ടൻ കുറച്ച് പൈസ കൊടുക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ പുള്ളി അതൊന്നും മേടിച്ചില്ല. അപ്പോൾ ആ ആള് കണ്ട ഓർമ്മയാണ് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ ആലോചിക്കാൻ പ്രേരണയായതെന്ന് അദ്ദേഹത്തോട് പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കഥകൾ. ഈ സന്ദേശം സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ നാട്ടിലുള്ള മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ എല്ലാവരും ശ്രീനേട്ടൻ്റെ പടം കാണാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൽ പോയി. ആ പടം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവരെല്ലാവരും നിശബ്ദരായി എന്താ ഇപ്പോൾ അവന് ഉദ്ദേശിക്കുന്നതെന്ന് പരസ്പരം ചോദിച്ചതും ശ്രീനേട്ടൻ പറയുമ്പോഴുള്ള അതിൻ്റെ ഒരു ഫണ്ണുണ്ട്. അവരുടെ എക്സ്പ്രഷനൊക്കെ ശ്രീനേട്ടൻ കാണിക്കും. അവർ അസ്വസ്ഥരായി. ശ്രീനേട്ടനെ വെറുക്കാൻ പറ്റില്ല, ശ്രീനേട്ടനോട് ദേഷ്യം വരാൻ പറ്റില്ല, കാരണം ശ്രീനേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പക്ഷെ അവരാകെ അവരുടെ രാഷ്ട്രീയത്തിനും ശ്രീനേട്ടനും ഇടയിൽ ഒന്ന് അങ്കലാപ്പിലായിപ്പോയി എന്ന് ശ്രീനേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ ഒരു കാരണമല്ല എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു കൊടി വേണമല്ലോ. ഇന്ന് മുതൽ ഞങ്ങൾ സമരം തുടങ്ങാൻ പോവാ. നിന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ തക്കതായ കാരണം കാണും. അതെ, അതിനുള്ള പ്രതിവിധി കൊടിപിടുത്തല്ല. അതുകൊണ്ടാ എന്തിന് അതിന് തരാനാ പറഞ്ഞത്. കൊടുക്കണം അങ്ങോട്ട് കൊടി. അവന്റെ ഒരു കൊടിപിടുത്തവും സമരവും. അതുപോലെ ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കണം. ഏറ്റവും രസകരമായിട്ടുള്ള പല ഓർമ്മകളും സത്യേട്ടനായിട്ടുള്ള ഡിസ്കഷനുകളിലാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള കുറേ കഥകളുണ്ട്. അതിലൊരു കഥ ശ്രീനേട്ടനും സത്യേട്ടനും ഒരു ഡിസ്കഷന് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾ വൈകുന്നേരം ആകുമ്പോൾ വരും. അപ്പോൾ ഇവർ ഒരു കഥയുടെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സ്ഥലത്ത് എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയേണ്ട രണ്ടുപേരും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ആയിട്ട് ഇങ്ങനെ അടുത്ത ഇതിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് അകത്തേക്ക് വന്ന് കയറി. എന്നിട്ട് ഇവർ എല്ലാവരും അവിടെ ഇരുന്നിട്ട് ഇവരോട് ചോദിച്ചു, ഞങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോ കാസറ്റുകളാണ് കാണേണ്ടത്, ഏത് തരം സിനിമകളാണ് ഞങ്ങൾ കാണേണ്ടത്? അപ്പോൾ ചോദിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളിവിടെ ഇരുന്നിട്ട് സിനിമകൾ കണ്ടിട്ട് അതിൽ നിന്ന് മോഷ്ടിക്കുകയാണ്. അപ്പം ഞങ്ങളും കൂടി കുറേ കണ്ടിട്ട് സജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഒരു അധ്വാനഭാരം ലഘൂകരിക്കാൻ സമയം ലാഭിക്കാം എന്നാണ് അവരുദ്ദേശിക്കുന്നത്. ശ്രീനേട്ടൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് സത്യേട്ടൻ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളാണ്. അദ്ദേഹം ചാടിക്കുന്നത് അല്ല അങ്ങനെയല്ല, നിങ്ങൾ കണ്ടോളൂ, എന്നിട്ട് ഏതെങ്കിലും രസകരമായി കാണുകയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഒരു കണക്കിന് യാത്രയാക്കി കഴിഞ്ഞിട്ട് വാതിൽ ഇങ്ങനെ കുറ്റിയിട്ടിട്ട് സത്യേട്ടൻ തിരിഞ്ഞിട്ട് ഇന്റർകോം എടുത്തിട്ട് ശ്രീനിക്ക് കുടിക്കാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ശ്രീനേട്ടൻ പറഞ്ഞു, ആ പോയവന്മാരുടെ ചോരാന്ന്. അതൊക്കെ ശ്രീനേട്ടന് മാത്രം പറയാൻ പറ്റുന്ന കമന്റുകളാണ്. സത്യേട്ടൻ പറഞ്ഞ ചിരിച്ച് ഊപ്പാട് വന്നു. ആ ദേഷ്യവും പുള്ളിയുടെ നിസ്സഹായതയും എല്ലാം ആ തമാശയിലുണ്ട്.